എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം എന്ന് കുഞ്ചൻ നമ്പ്യാര് പറഞ്ഞത് ഒരു നല്ല നിരീക്ഷണമാണ്. ലോകത്തിലുള്ള മനുഷ്യർക്ക് നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട പരീക്ഷകൾ രണ്ട് മേഖലകളിലാണ്. സാമ്പത്തികമായ കാര്യങ്ങളിൽ, മറ്റൊന്ന് ലൈംഗിക പ്രലോഭനങ്ങൾക്ക് വിധേയപ്പെടുക എന്നതാണ്. ഇത് ലോകത്തുള്ള മനുഷ്യർക്ക് മാത്രം ബാധകമായ പ്രശ്നമായിരുന്നുവെങ്കിൽ നന്നായിരുന്നു. എന്നാൽ അത് അങ്ങനെയല്ല. ലോകത്തിലുള്ളതായിരിക്കുന്ന മനുഷ്യരെ പോലെ നമുക്ക് വിശ്വാസികൾക്കും വളരെ ബാധകമായിരിക്കുന്ന രണ്ട് മേഖലകളാണ് സാമ്പത്തികമായിരിക്കുന്ന മേഖലയും അതുപോലെ ലൈംഗിക മേഖലയും. അതിൽ ഞാൻ സാമ്പത്തിക മേഖലയെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. കാരണം അപ്പോസ്തലനായ പൗലോസ് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ടാണ് ആ വിഷയം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയതായിരിക്കുന്ന 2-ാം ലേഖനം അതിന്റെ 1 മുതൽ 8-ാമത്തെ അധ്യായത്തിന് 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. സഹോദരന്മാരെ, മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. അതും ഞങ്ങൾ വിചാരിച്ചതുപോലെയല്ല. അവർ മുൻപേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിന് ഒത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിക്കണം എന്ന് ഞങ്ങൾ അവനോട് അപേക്ഷിച്ചു. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുവേൻ. കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കുക എന്ന വിഷയം ചില പ്രസംഗകരെ സംബന്ധിച്ച് ഏറ്റവും മുഖ്യമായ വിഷയമാണ്. എന്നാൽ മറ്റ് പല പ്രസംഗകരെ സംബന്ധിച്ചും കർത്താവിന് കൊടുക്കുക എന്നുള്ള വിഷയം അത്രത്തോളം പ്രസംഗിക്കാനായിട്ടുള്ള ഒരു ചെറിയ ജാള്യത അവരുടെ മനസ്സിൽ ഉണ്ട്. അതിന് കാരണം മനുഷ്യരെ അവരുടെ സാമ്പത്തിക ആവശ്യങ്ങളിൽ അല്ലെങ്കിൽ മനുഷ്യരുടെ സമ്പത്തിനെ ദൈവത്തിന്റെ പേര് പറഞ്ഞ് ആ സമ്പത്ത് മോഷ്ടിക്കുന്ന അല്ലെങ്കിൽ അതിനെ ചൂഷണം ചെയ്യുന്ന, മറ്റുള്ളവരുടെ സമ്പത്ത് സ്വന്തമാക്കി സമ്പന്നന്മാരാകുന്ന ആത്മീയ കച്ചവടക്കാർ വർത്തമാനകാലത്ത് ഒരുപാടുണ്ട് എന്നുള്ളത് കൊണ്ട് ദൈവത്തിന് കൊടുക്കുക എന്ന് പറയുന്ന വിഷയം സാധാരണ ഒരുപാട് അങ്ങനെ സംസാരിക്കുന്ന ഒരു വിഷയം അല്ല. ആ മേഖലയിലുള്ളതായിരിക്കുന്ന ആളുകൾ ആ വിഷയത്തെക്കുറിച്ച് വളരെ ഗൗരവമായി അല്ലെങ്കിൽ വളരെ സാധാരണമായി സംസാരിക്കുന്നു. എന്നാൽ നമ്മളെ പോലുള്ള ആളുകള് ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതായിരിക്കുന്ന കാര്യം അത്രത്തോളം ഊന്നി പറയാറില്ല. കാരണം അത് തെറ്റിദ്ധരിക്കുവാനായിട്ട് സാധ്യതയുണ്ട് എന്ന ഒരു ചിന്തയിലാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഈ വിഷയത്തെ സംബന്ധിച്ച് പറയാനായിട്ട് 2 അധ്യായങ്ങൾ കൊരിന്ത്യ ലേഖനത്തില് ഉപയോഗിച്ചിട്ടുണ്ട്. അത് കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യർ 7-ാമത്തെ അധ്യായവും 8-ാമത്തെ അധ്യായവും 9-ാമത്തെ അധ്യായവുമാണ്. പുതിയ നിയമത്തില് എങ്ങനെയാണ് സാമ്പത്തിക കാര്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കേണ്ടത്, സമ്പത്തിൽ നിന്ന് ദൈവത്തോട് നമ്മൾ എങ്ങനെയാണ് വിശ്വസ്തത പുലർത്തേണ്ടത്, ദൈവകാര്യങ്ങളിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഔദാര്യം, ദൈവകാര്യങ്ങളുള്ളതായിരിക്കുന്ന ഔദാര്യം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് പറയുന്ന ഏറ്റവും വ്യക്തമായ അധ്യായങ്ങൾ 8ഉം 9ഉം അധ്യായങ്ങളാണ്. പുതിയ നിയമത്തില് എങ്ങനെയാണ് സമ്പത്ത് കർത്താവിന് വേണ്ടി ചെലവഴിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകൾ പലപ്പോഴും ഈ അധ്യായങ്ങളെ ഗൗരവമായി എടുക്കുന്നില്ല എന്നത് വളരെ രസകരമായ കാര്യമാണ്. അപ്പൊ ഈ അധ്യായങ്ങളെ അവഗണിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ദൈവകാര്യങ്ങൾക്ക്
ആത്മീയ കാര്യങ്ങൾക്ക് സമ്പത്ത് ചെലവഴിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു തീരുമാനത്തിലെത്തുവാനായിട്ട് സാധിക്കില്ല. ഇത് ഏറ്റവും പ്രാധാന്യമേറിയ 2 അധ്യായങ്ങളാണ്. ഇംഗ്ലീഷിൽ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദീസ് ആർ ദി നോർമറ്റീവ് പാസേജസ് വിത്ത് റിഗാർഡ് ടു ക്രിസ്ത്യൻ ഗിവിംഗ്. ക്രിസ്തീയമായിരിക്കുന്ന ദാനങ്ങളെ സംബന്ധിച്ച് പറയുന്ന ഏറ്റവും ഔപചാരികമായ ഔദ്യോഗികമായ അധ്യായങ്ങൾ എന്നത് 8ഉം 9ഉം അധ്യായങ്ങൾ ആണ്. ഈ അധ്യായങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് യെരുശലേമിലുള്ളതായിരിക്കുന്ന വിശുദ്ധന്മാർക്ക്, യെരുശലേമിലുള്ളതായിരിക്കുന്ന സാധുക്കളായിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ടി ഒരു ദ്രവ്യ സമാഹാരം, ഒരു സാമ്പത്തിക കൂട്ടായ്മ കാണിക്കാനായിട്ട് അപ്പോസ്തലനായ പൗലോസ് തീരുമാനിച്ചു. അതില് ജാതീയ സഭകളെ എല്ലാം ഉൾപ്പെടുത്താനായിട്ട് താൻ ആഗ്രഹിച്ചു. അപ്പൊ ആ ദ്രവ്യ സമാഹാരത്തെ കുറിച്ചാണ് പ്രത്യേകമായിട്ട് ഈ അധ്യായങ്ങളിൽ പറയുന്നത്. ഈ അധ്യായങ്ങളുടെ വിഷയം ഈ ദ്രവ്യ സമാഹാരമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 16-ാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് കൊണ്ടാണ് ആ വിഷയം തന്നെയാണിത് എന്ന് നമുക്ക് ബോധ്യം വരുത്തുന്നത്. അല്ലെങ്കിൽ ഒരു ദ്രവ്യ സമാഹരണം എങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ദ്രവ്യം സമാഹരിക്കുന്നത് എന്ന വിഷയം മാത്രമല്ല ഈ അധ്യായങ്ങളിൽ താൻ പരാമർശിച്ചിരിക്കുന്നത്. ക്രിസ്തീയ സ്റ്റുവർഡ്ഷിപ്പ് ഓഫ് മണി, സാമ്പത്തികമായ കാര്യങ്ങളിൽ ദൈവിക വിഷയങ്ങൾ നാം എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള പ്രമാണങ്ങളാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. പൊതുവെ ബാപ്റ്റിസ്റ്റ്, പെന്തക്കോസ്ത് സമുദായങ്ങളിലുള്ള ആളുകൾ സമ്പത്തിന്റെ കർത്താവിന് കൊടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അവര് പഴയ നിയമത്തിന്റെ ഉപദേശമായിരിക്കുന്ന ദശാംശം എന്ന ഉപദേശമാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നതിൽ 10% ദൈവത്തിന് കൊടുക്കണം എന്ന് അവർ പറയും. എന്നാൽ പുതിയ നിയമം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായത്തിന് 21-ാം വാക്യം വരെ വായിച്ചാൽ ഒരിടത്ത് പോലും ദശാംശം കൊടുക്കണം എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു നിർദ്ദേശം നമ്മൾ കാണുന്നില്ല. അപ്പൊ ദശാംശം എന്ന് പറയുന്ന ആശയം പഴയ നിയമത്തിന്റെ പ്രമാണമാണ്, അത് പുതിയ നിയമത്തിന്റെ ആശയം അല്ല. പുതിയ നിയമത്തില് സാമ്പത്തിക കൂട്ടായ്മ ദൈവത്തിന് എങ്ങനെയാണ്, കർത്താവിന് എങ്ങനെയാണ്, ആത്മീയ കാര്യങ്ങൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് വ്യത്യസ്തമായിരിക്കുന്ന ഒരു പ്രമാണമാണ് ദൈവം നൽകിയിരിക്കുന്നത്. ആ പ്രമാണങ്ങൾ ഏറ്റവും വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2 കൊരിന്ത്യർ 8-9 അധ്യായങ്ങളിലാണ്. അപ്പൊ അതുകൊണ്ട് ആ വിഷയങ്ങളിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കാനായിട്ട് പോകുന്നത്. അതില് മക്കതോന്യ സഭകളെ ഒരു മാതൃകയാക്കിയാണ് ആദ്യത്തെ 7 വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ പ്രസംഗത്തിന്റെ ഒരു തലവാചകമായിട്ട് ഔദാര്യത്തിന് ഒരു മാതൃക എന്ന് ഞാൻ അതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ആൻ എക്സാമ്പിൾ ഓഫ് ജനറോസിറ്റി, ഔദാര്യത്തിന് ഒരു മാതൃക എന്നാണ് ഞാൻ ഇന്നത്തെ ഈ പ്രസംഗത്തിന് തലവാചകമായിട്ട് കൊടുക്കുന്നത്. മക്കതോന്യയിലുള്ളതായിരിക്കുന്ന സഭകൾ എങ്ങനെ ദൈവവേലയിൽ ഔദാര്യമായിട്ട് അവര് പ്രവർത്തിച്ചു, എങ്ങനെ അവര് ഒരു മാതൃകയായി തീർന്നു എന്നതിനെ കുറിച്ചാണ് ഈ വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. മക്കതോന്യയിലുള്ളതായിരിക്കുന്ന സഭകള് അവർക്ക് ലഭിച്ചതായിരിക്കുന്ന ഈ പ്രത്യേക പദവി, അത് അപ്പോസ്തലനായ പൗലോസ് ഒരു ദൃക്സാക്ഷിയാണ്. നിങ്ങൾ കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യർ വായിച്ചു വരുമ്പോൾ നിങ്ങൾക്കറിയാം, തീത്തോസിനെ വളരെ കർശനമായിരിക്കുന്ന ഒരു കത്ത് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയതിന്റെ പ്രത്യാഘാതങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി പൗലോസ് അവിടേക്ക് അയച്ചു. എന്നാൽ താൻ വരുവാൻ വൈകിയത് കൊണ്ട് താൻ ത്രോവാസിൽ നിന്ന് കപ്പൽ കയറി മക്കതോന്യയിലേക്ക് യാത്രയായി. മക്കതോന്യ പ്രദേശങ്ങളിൽ വെച്ചാണ് അവർ തമ്മിൽ സന്ധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മക്കതോന്യയിലുള്ളതായിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പൗലോസ് പറയുന്നത് അവിടെയുള്ള കാര്യങ്ങളെ ഈ അടുത്ത കാലങ്ങൾ കണ്ട് പരിചയപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് താൻ ആ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോഴ് മക്കതോന്യ സഭകള് ദൈവ വിഷയമായിട്ട് സാമ്പത്തിക കാര്യങ്ങളില് പണം നൽകുന്നതിനെ സംബന്ധിച്ച്, ഔദാര്യത്തെ സംബന്ധിച്ച് എങ്ങനെ മാതൃകയായി എന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമതായിട്ട് താൻ പറയുന്ന പ്രസ്താവന നിങ്ങൾ അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ശ്രദ്ധിക്കുക. അദ്ദേഹം പറഞ്ഞു, സഹോദരന്മാരെ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു.
അപ്പൊ ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഔദാര്യം അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി കൊടുക്കുക എന്ന് പറയുന്നത് മനുഷ്യർക്കുള്ളതായിരിക്കുന്ന ഒരു നന്മ എന്നതിനേക്കാളും ഉപരി ദൈവത്തിന്റെ കൃപ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് അതിനെ കുറിച്ച് പറയുന്നത്. മനുഷ്യരുടെ ഭാഗത്തുനിന്ന്, വിശ്വാസികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സദ്ഗുണമായിട്ട് അവർ ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തിയായിട്ട് ആ ഒരു ഊന്നലല്ല അപ്പോസ്തലനായ പൗലോസ് ഈ വിഷയത്തിന് കൊടുക്കുന്നത്. അദ്ദേഹം ദൈവകൃപ എന്നുള്ളതായിരിക്കുന്ന ആശയത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അവര് സാധാരണഗതിയിൽ സാമ്പത്തികമായിട്ട് വളരെ ഔദാര്യമായി പ്രവർത്തിച്ച ആളുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവരുടെ ഔദാര്യം, അവര് ചെയ്തതായിരിക്കുന്ന സൽപ്രവൃത്തിയെ ഞാൻ അനുമോദിക്കുന്നു എന്ന് പറഞ്ഞാണല്ലോ ആ പ്രവൃത്തിയെ നമ്മൾ വിശദീകരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് അങ്ങനെയല്ല ചെയ്യുന്നത്. അവര് ചെയ്ത നന്മ എന്നല്ല, അവർക്ക് ലഭിച്ച ദൈവകൃപ എന്നാണ് പൗലോസ് പറയുന്നത്. മക്കതോന്യയിലുള്ളതായിരിക്കുന്ന സഭകൾ ചെയ്ത നല്ല കാര്യം എന്നല്ല പൗലോസ് പറയുന്നത്. മക്കതോന്യയിലുള്ള സഭകൾക്ക് ലഭിച്ച ദൈവകൃപ എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ പറയാം, ശരിയായ ഔദാര്യം എന്ന് പറയുന്നത് ദൈവകൃപയാൽ മാത്രം സംഭവിക്കുന്നതായിരിക്കുന്ന കാര്യം. നമ്മളുടെ സ്വയത്തിൽ നിന്ന്, നമ്മുടേതായിരിക്കുന്ന നന്മയിൽ നിന്ന് അല്ല, സത്യസന്ധമായിരിക്കുന്ന ദൈവപ്രസാദകരമായിരിക്കുന്ന ഈ ഔദാര്യം വരുന്നത് നമ്മളുടെ നന്മ എന്നുള്ള നിലയിലല്ല, ദൈവത്തിന്റെ കാരുണ്യം, ദൈവത്തിന്റെ കൃപ എന്ന നിലയിലാണ് ദൈവം ഔദാര്യത്തെ നമുക്ക് നൽകുന്നത് എന്നാണ് പൗലോസ് പറയുന്നത്. ദൈവകൃപ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ദൈവകൃപ എന്ന് പറയുന്നത് നമുക്ക് അർഹിക്കാത്തതായിരിക്കുന്ന കാര്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം നമുക്ക് തന്നതാണ്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തത്, നമ്മളെ സൗജന്യമായിട്ട് രക്ഷിച്ചത്, നമുക്ക് നീതി കണക്കിട്ടത്, ദൈവത്തിന്റെ മക്കളായിട്ട് സ്വീകരിച്ചത്, ഇതൊക്കെ ദൈവകൃപയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം നമുക്ക് തന്നതായിരിക്കുന്ന അർഹിക്കാത്ത ദാനങ്ങളെയാണ് ദൈവകൃപ എന്ന് പറയുന്നത്. എന്നാൽ അത് മാത്രമല്ല ദൈവകൃപ. ദൈവകൃപ എന്ന് പറയുന്നത് നമുക്ക് അർഹിക്കാത്തതായിരിക്കുന്ന ദാനങ്ങൾ നമുക്ക് നൽകുന്നതല്ല, നാം അർഹിക്കാത്ത നിലയിൽ പ്രവർത്തിക്കുവാനായിട്ട് നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്നതും ദൈവത്തിന്റെ കൃപയാണ്. നാം സാഹചര്യങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും ഒന്നും വിധേയപ്പെടാതെ അതിനതീതമായിട്ട് ദൈവഹിതപ്രകാരം പ്രവർത്തിക്കുവാനായിട്ട് നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ കൃപയാൽ മാത്രമേ ദൈവഹിതപ്രകാരം ഔദാര്യം കാണിക്കാനായിട്ട് സാധിക്കൂ. മക്കതോന്യയിലുള്ളതായിരിക്കുന്ന ആളുകൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ഔദാര്യമായി പ്രവർത്തിക്കുവാൻ, ദൈവഹിതപ്രകാരം സമ്പത്തിനെ കൈകാര്യം ചെയ്യുവാൻ ദൈവം നമ്മളെ അനുവദിക്കുന്ന, അല്ലെങ്കിൽ ദൈവം എന്നുള്ളതായിരിക്കുന്ന ഭാഗ്യം നമുക്ക് തന്റെ കൃപയാലാണ് തരുന്നത് എന്നതാണ് ഒന്നാമത് പൗലോസ് നമ്മളോട് പറയുന്നതായിരിക്കുന്ന കാര്യം. യഥാർത്ഥത്തിൽ സമ്പത്തിനെ കുറിച്ച് ആളുകൾ പറയുമ്പോൾ, വിശേഷാല സമ്പത്തിന്റെ സുവിശേഷം പറയുന്നതായിരിക്കുന്ന ആളുകൾ പറയുന്ന കാര്യം, അതായത് ദൈവത്തിന് കൊടുക്കുക, അതിന് മറുപടിയായിട്ട് ദൈവം നമുക്ക് തരിക. അതിന് ആദ്യമേ ദൈവത്തിന് കൊടുക്കുക, അങ്ങനെ ദൈവത്തെ നമ്മൾ സ്വാധീനിക്കുക, അങ്ങനെ ദൈവത്തെ സ്വാധീനിച്ചതിന് ശേഷം അതിന് മറുപടിയായിട്ട് ദൈവം നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ തരിക. ചില ആളുകള് കൈനോട്ടക്കാരെ പോലെയാണ്, 1 വെച്ചാൽ 10 കിട്ടും എന്നാണ് അവർ പറയുന്നത്. അതായത് നിങ്ങൾ 10 രൂപ ദൈവത്തിന് കൊടുക്കാനൊക്കത്തില്ലല്ലോ, ദൈവം വന്ന് വാങ്ങിക്കുകയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന പ്രസംഗകന് 10 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് 100 രൂപ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് 90 രൂപ ലാഭമായി 10 രൂപയ്ക്ക് 100 രൂപ കിട്ടി. ഒരിക്കലും ഒരു സ്നേഹിതനെ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, സാറേ എനിക്ക് 10 രൂപ തന്ന് 100 രൂപ കിട്ടുമെന്നുള്ള ആശയം എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ, സാറാ 10 രൂപ വെച്ചു, എന്നിട്ട് 90 രൂപ എനിക്ക് തന്നാൽ മതി, 10 രൂപ സാറങ്ങ് എടുത്തേച്ച് ബാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞത് എനിക്ക് ഇഷ്ടമായി. എന്റെ പ്രിയ സ്നേഹിതരെ, ഞാൻ പറയാം, ദൈവം അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ കൃപയെന്ന് പറയുന്നത് നമ്മളുടെ ദൈവം തന്നതായിരിക്കുന്ന ദാനങ്ങളെ ദൈവഹിതപ്രകാരം ഉപയോഗിക്കുവാനായിട്ട് നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്നു. ദൈവത്തിന്റെ നല്ല ദാനങ്ങളെ ദൈവത്തിന്റെ സ്വഭാവത്തിന് അനുസൃതമായ രീതിയിൽ ദൈവത്തിന്റെ ഔദാര്യം പോലെ തന്നെ ഔദാര്യമായി പ്രവർത്തിക്കുവാനായിട്ട് ദൈവം നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഔദാര്യം. അതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. ദൈവത്തിന് കൊടുത്ത് ദൈവത്തെ സ്വാധീനിച്ച് കൂടുതൽ കിട്ടാനുള്ളതായിരിക്കുന്ന ഒരു വഴിയായിട്ടല്ല ഔദാര്യം ഇരിക്കുന്നത് എന്ന് ഒന്നാമത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്,
അപ്പോസ്തലനായ പൗലോസ് പറയുന്നതായിരിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായിട്ട് തീർന്നു. അപ്പൊ രണ്ടാമത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഒരു വ്യക്തിയുടെ ഔദാര്യം എന്നത് അദ്ദേഹം കൊടുക്കുന്നതായിരിക്കുന്ന ധനത്തിന്റെ വലിപ്പത്തിൽ അല്ല, പിന്നെയോ ആ ധനം കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് വന്ന ബുദ്ധിമുട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു വ്യക്തിക്ക് ഉള്ളതായിരിക്കുന്ന ഔദാര്യം എന്നത് എത്രത്തോളം പണം അദ്ദേഹം കൊടുത്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല, ആ പണം കൊടുക്കാനായിട്ട് അദ്ദേഹം എത്രത്തോളം ബുദ്ധിമുട്ടി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിയുടെ ഔദാര്യം നിർണ്ണയിക്കുന്നത്. നമ്മുടെ ഔദാര്യം നിർണ്ണയിക്കുന്നത് നാം കൊടുത്തതായിരിക്കുന്ന സമ്പത്തിന്റെ അടിസ്ഥാനത്തിലല്ല. നമ്മൾ ലഭിച്ച സമ്പത്ത് കർത്താവിന് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് നല്ല കാര്യമാണ് കേട്ടോ. പക്ഷേ ദ വാല്യൂ ഓഫ് ദ ഗിഫ്റ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ സ്ട്രഗിൾ ദാറ്റ് യു ഹാവ് ടു ഗിവ് ഇറ്റ്. കൊടുക്കാനായിട്ട് നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ട് വന്നു എന്നുള്ളതാണ് ആ സമ്പത്തിന്റെ വലിപ്പം. അതിന്റെ ഔദാര്യത്തിന്റെ ആഴം അളക്കുന്നത് ആ നിലയിലാണ്. ഇവിടെ കർത്താവ് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ദൈവാത്മാവിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായിരുന്നു. ഈ പ്രസ്ഥാനം യഥാർത്ഥത്തിൽ രണ്ട് വിരോധാഭാസം എന്നുള്ള വാക്ക് മലയാളത്തിൽ എത്രത്തോളം ഉചിതമാണെന്ന് എനിക്കറിയില്ല. ഓക്സിമോറോൺ എന്നുള്ള വാക്കാണ് ഏറ്റവും നല്ലത്. രണ്ട് വൈരുദ്ധ്യങ്ങൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. കഠിന ശോധനയിലുള്ളതായിരിക്കുന്ന മഹാസന്തോഷം, കഠിന ശോധനയിലുള്ളതായിരിക്കുന്ന മഹാസന്തോഷം, പിന്നെ പറയുന്ന മഹാദാരിദ്ര്യത്തിലുള്ളതായിരിക്കുന്ന ധാരാളം ഔദാര്യം എന്ന് പറയുന്ന രണ്ട് സീമിംഗ്ലി കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ്. കഠിനമായിരിക്കുന്ന ശോധനയിൽ എന്താ സംഭവിക്കുക? കഠിനമായ ശോധനയിൽ വലിയ സങ്കടമെന്നല്ലേ വരിക? അല്ലല്ലോ, ഇവിടെ മഹാസന്തോഷ സമൃദ്ധി എന്നല്ലേ പറഞ്ഞു. അതുപോലെ തന്നെ ദാരിദ്ര്യം വന്നാൽ എന്താ, ഒന്നും കൊടുക്കാതിരിക്കാന്നല്ലേ അതിന്റെ അർത്ഥം? അല്ലെന്നേ, ധാരാളം ഔദാര്യം കാണിക്കാനായിട്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറയാം, നമ്മുടെ ജീവിതം നമ്മൾ എത്രത്തോളം കൊടുക്കുന്നു എന്നുള്ളതല്ല കേട്ടോ വിഷയം. നാം ദൈവത്തിന് കൊടുക്കാനായിട്ട് എത്രത്തോളം ബുദ്ധിമുട്ടുന്നു, അല്ലെങ്കിൽ നമ്മൾ ദൈവകാര്യങ്ങൾക്ക് വേണ്ടി എത്രത്തോളം ബുദ്ധിമുട്ടി കൊടുക്കാനായിട്ട് മനസ്സാണ് എന്നുള്ള കാര്യമാണ് ദൈവം അതിനെ വിലമതിക്കുന്നതായിട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് ഒരുപാട് കൊടുത്തു എന്ന് വിചാരിച്ച് നമ്മളിപ്പോഴ് ദൈവത്തിന് മുൻപാകെ ചെല്ലുമ്പോൾ നമ്മളെ ഔദാര്യമുള്ള ആളായിട്ട് ദൈവം പരിഗണിക്കുന്നു വിചാരിക്കരുത്. നിങ്ങൾ ആ കൊടുക്കുന്ന കാര്യത്തിൽ എത്രത്തോളം ബുദ്ധിമുട്ടി എന്നുള്ളതാണ് ദൈവം പരിശോധിക്കുന്നതായിട്ടുള്ള കാര്യം. വിധവയുടെ കാര്യത്തിലും അത് ശരിയാണല്ലോ, അല്ലേ? നമ്മൾ 2 കാശല്ലേ ഇട്ടുള്ളൂ. മഹാസമ്പന്നന്മാരായിരിക്കുന്ന ആളുകൾ ഒരുപാട് പൈസ ഇട്ടല്ലോ, അവരെ കർത്താവ് ശ്രദ്ധിച്ചില്ലല്ലോ. എന്നാൽ തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഈ വിധവയെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ അവരെ നോക്കാൻ പറഞ്ഞു. ഗോ ലുക്ക് അറ്റ് ദിസ് വിഡോ, ഈ വിധവയെ നിങ്ങൾ നോക്കി, അവൾക്കുള്ളത് മുഴുവനും വിട്ടുകളഞ്ഞു. 2 കാശ് എന്ന് പറയാം, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 100%. അവൾ അതിനുവേണ്ടി എത്രത്തോളം ബുദ്ധിമുട്ടി എന്നുള്ളതാണ് അവളുടെ ദാനത്തിന്റെ വലിപ്പം, അതിന്റെ ഔദാര്യം തന്നെ. മക്കതോനുള്ളതായിരിക്കുന്ന ആളുകൾ മഹാദാരിദ്ര്യത്തിന് നടുവിലാണ് അവരെ ഔദാര്യം കാണിക്കാനായിട്ട് മനസ്സിൽ വെച്ചത്. ആ ദാരിദ്ര്യത്തിന്റെ നടുവിൽ മറ്റുള്ളവരെ അവഗണിക്കുവാൻ, അവരുടെ സങ്കടങ്ങളിൽ പരിമിതപ്പെട്ട് ജീവിക്കുവാൻ അവർക്ക് കഴിയുമായിരുന്നു. എന്നാൽ അവരുടെ സങ്കടങ്ങളെ ഒക്കെ മറികടന്ന് അവർക്കുള്ളതായിരിക്കുന്ന ഞെരുക്കത്തിന്റെ നടുവിൽ മറ്റുള്ളവരോട് കൂട്ടായ്മ കാണിക്കുവാൻ, അവരുടെ സങ്കടങ്ങളെ വഹിക്കുവാൻ, സഹകരിക്കുവാൻ അവർ കാണിച്ചതായിരിക്കുന്ന മനസ്സാണ് അപ്പോസ്തലനായ പൗലോസിനെ അത്ഭുതപ്പെടുത്തുന്നത്. അതാണ് ഔദാര്യത്തിന്റെ ആഴം എന്ന് പറയുന്നത്. അവിടെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ധാരാളം ഔദാര്യം. ഞാൻ പറയാം, ഔദാര്യത്തിന്റെ ആഴം വർദ്ധിക്കണമെങ്കിൽ ദാരിദ്ര്യം വർദ്ധിക്കണം. ദാരിദ്ര്യം വർദ്ധിക്കുന്നതനുസരിച്ചാണ് ഔദാര്യത്തിന്റെ ആഴം വർദ്ധിക്കുന്നത്. ചില സഹോദരന്മാര്, കളമശ്ശേരി സഭയിൽ തന്നെയുള്ള ചില സഹോദരന്മാര് കർത്താവിന് കൊടുക്കുന്നതിനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില അവസരങ്ങളിൽ എനിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എനിക്ക് നടുക്കം വന്നു. അവര് കൊടുക്കാനായിട്ട് പ്രതീക്ഷിക്കപ്പെടുന്ന ആളുകളല്ല. അവര് കർത്താവിന് ഒന്നും കൊടുക്കാനായിട്ട് പ്രതീക്ഷിക്കപ്പെടുന്ന ആളുകളല്ല. എന്നാൽ അവർ കൊടുക്കുവാൻ മനസ്സ് വെച്ചു എന്നുള്ളത് അവർക്ക് ലഭിച്ചതായിരിക്കുന്ന ദൈവകൃപയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തോടുള്ള സ്നേഹം അവർ ഹൃദയങ്ങൾ ഉറപ്പിച്ചതുകൊണ്ട് അതിന്റെ ആ ഉൾത്തള്ളൽ നിന്നാണ് അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് അവർക്ക് മനസ്സ് വന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറയും, നിർബന്ധത്തിന്റെയും ആവേശകരമായിരിക്കുന്ന ആഹ്വാനങ്ങളുടെ ഒന്നും അടിസ്ഥാനത്തിലല്ല ഔദാര്യം നിലനിൽക്കുന്നത്.
ദൈവം ഹൃദയങ്ങളിൽ ആഴമായി പ്രവർത്തിക്കുകയും നമുക്ക് ലഭിച്ചതായിരിക്കുന്ന സമ്പത്ത് മറ്റുള്ളവർക്ക് സഹായകരമായി തീരത്തക്കതിൽ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നിർബന്ധിക്കുകയും ചെയ്യുമ്പോൾ അവിടെയാണ് യഥാർത്ഥമായിരിക്കുന്ന ദാനം ഉത്ഭവിക്കുന്നത്. അവിടെയാണ് ഔദാര്യം. ഞാൻ ഒരിക്കലും ഒരു സ്നേഹിതന്റെ കഥ ഓർക്കുന്നുണ്ട്. അദ്ദേഹം ഒരു സ്ഥലത്ത് ചെന്നപ്പോഴേ തന്റെ കയ്യിൽ ആകെപ്പാടെ 100 രൂപയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരുടെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒക്കെ കണ്ടപ്പോഴേ അദ്ദേഹത്തിന് അത് കൊടുക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല. അത് കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന് തിരിച്ച് വീട്ടിൽ പോകാനുള്ള വണ്ടിക്കൂലിയില്ല, ദൂര സ്ഥലത്താണ്. അദ്ദേഹം വിചാരിച്ചു, ദൈവം, സ്വർഗത്തിലെ ദൈവം എനിക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുമായിരിക്കും, ചിലപ്പോൾ മണിക്കൂറുകൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം തന്നെ എടുക്കുമായിരിക്കും, നടന്നാലും വീട്ടിൽ ചെല്ലാമല്ലോ എന്ന് വിചാരിച്ച അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. എന്നാൽ നടന്ന് വീട്ടിൽ പോകാനായിട്ട് ആവശ്യമായിട്ട് വന്നില്ല. വഴിയിൽ വെച്ച് തന്റെ ഒരു സ്നേഹിതൻ കണ്ട് തന്റെ സാഹചര്യം മനസ്സിലാക്കി തനിക്ക് വണ്ടിക്കൂലി കൊടുത്തു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറയാം, നമുക്ക് നമ്മുടെ സമ്പത്തും നമ്മുടെ സാഹചര്യങ്ങളും ഒന്നുമല്ല നമ്മുടെ ഔദാര്യത്തെ തീരുമാനിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിന്റെ കൃപയാൽ മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ പങ്കുചേരുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയം ദൈവം തുറക്കുന്നതാണ് ഔദാര്യം. അവിടെയാണ് ദൈവം, ആ ദൈവത്തിന്റെ പ്രവർത്തനത്തെയാണ് നമുക്ക് ദൈവത്തിന്റെ ദാനം അല്ലെങ്കിൽ ഔദാര്യം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് ദൈവകൃപയാണ് കേട്ടോ, അല്ലാതെ മനുഷ്യന്റെ തന്നെ സ്വന്തമായ ശക്തിയിൽ അവന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. രണ്ടാമത്, നമ്മളുടെ ഔദാര്യം നിർണ്ണയിക്കുന്നത് നമ്മൾ കൊടുക്കുന്നതായിരിക്കുന്ന സമ്പത്തിന്റെ വലിപ്പമല്ല, പിന്നെ ആ സമ്പത്ത് നൽകുവാനായിട്ട് നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ട് വന്നു എന്നുള്ളതാണ് അതിന്റെ അളവ്. ഒരിക്കലും ഒരു വ്യക്തി സ്തോത്ര കാഴ്ച ഇട്ടപ്പോഴേ 200 ഉറുപ്പിക ഇട്ടിട്ട് പറഞ്ഞു, എനിക്കത് ഒരു പ്രയാസം, എനിക്കത് ഫീൽ ചെയ്തു പോലും ഇല്ല എന്ന് പറഞ്ഞപ്പോ വേറൊരു സ്നേഹിതന് അദ്ദേഹത്തോട് പറഞ്ഞു, എന്നാ 500 രൂപ ഇട്ടേച്ചതൊന്ന് ഫീൽ ചെയ്യേ. ഫീൽ ചെയ്യാതെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വലിയ വിലയൊന്നുമില്ല കേട്ടോ. പിന്നെ വേറെ ഒരാൾ പറഞ്ഞു കേട്ടോ, നിങ്ങൾക്ക് യു ഹാവ് ടു ഗീവ് അണ്ടിൽ ഇറ്റ് ഹേർട്ട്, നിങ്ങൾക്ക് വേദന വരുന്നത് വരെയും കൊടുക്കണം എന്ന് ഒരാൾ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതിനൊരു ബുദ്ധിമുട്ടുമില്ല, ഏത് കൊടുത്താലും എനിക്ക് വേദനയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാ, ദൈവത്തിന് കൊടുക്കുക എന്ന് പറയുന്നത് അതിന്റെ ആഴം നിർണ്ണയിക്കുന്നത് നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ട് തന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. മൂന്നാമത്, അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവൾ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു, പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. മൂന്നാമത്, ഔദാര്യം എന്ന് പറയുന്നത് ബാഹ്യമായ സമ്മർദ്ദങ്ങളുടെയും ആഹ്വാനങ്ങളുടെയും അടിസ്ഥാനത്തില് നമ്മൾ ചെയ്യുന്ന കാര്യമല്ല, പിന്നെയോ കൊടുക്കാനുള്ളതായിരിക്കുന്ന അവസരം ഒരു ഭാഗ്യമായി കരുതുന്നതാണ്. ഇവിടെ മക്കതോനിലുള്ളതായിരിക്കുന്ന ആളുകളെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, അവരുടെ ദാരിദ്ര്യവും അവരുടെ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ കണ്ടപ്പോഴേ പൗലോസ് പറഞ്ഞു, എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ പരിപാടിക്ക് ഒരു പൈസ പോലും കൊടുക്കരുത്. നിങ്ങൾക്ക് അതിനുള്ളതായിരിക്കുന്ന സാഹചര്യമില്ല, അതിനുള്ളതായിരിക്കുന്ന സാമ്പത്തികമായിരിക്കുന്ന സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ, അതുകൊണ്ട് നിങ്ങൾ ഈ പരിപാടിയിൽ സംബന്ധിക്കേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അവർ സമ്മതിക്കില്ല കേട്ടോ. അവര് പറഞ്ഞു, ഈ പരിപാടിയിൽ വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പൗലോസിനോട് പറഞ്ഞു, ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾക്ക് കൊടുത്തേ മതിയാകുള്ളൂ, ഞങ്ങളുടെ ദാരിദ്ര്യവും ഈ ബുദ്ധിമുട്ടും ഒന്നും ഈ വിഷയത്തിൽ പ്രശ്നമല്ല, ഞങ്ങളെ കൊടുക്കാനായിട്ട് അനുവദിക്കണം, ഇതിൽ ഞങ്ങളെ പങ്കെടുപ്പിക്കണം എന്നുള്ളതായിരിക്കുന്ന നിർബന്ധമാണ് ഈ മക്കതോനിലുള്ളതായിരിക്കുന്ന സഹോദരന്മാരെ പ്രകടിപ്പിച്ചത്. എങ്ങനെയാ ഈ നമ്മൾക്ക് കൊടുക്കണേ? നമ്മളോട് കൊടുക്കാനായിട്ട് അപേക്ഷിക്കുക ചെയ്തില്ല, എങ്ങനെയല്ലേ? അങ്ങനെ അപേക്ഷ എന്ന് പറയുന്നത് കൊടുക്കാനുള്ള അപേക്ഷയാണ്. നിങ്ങൾ കൊടുക്കണം, എന്നിട്ട് നമുക്ക് കുറ്റബോധം വരുന്ന രീതിയിൽ സംസാരിക്കും, എന്നിട്ട് പിന്നെ അവസാനം ഏതായാലും പോട്ടെ എന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, കൊടുക്കരുതെന്ന് പറഞ്ഞു. നിങ്ങളുടെ സാമ്പത്തികമായിരിക്കുന്ന ഈ സ്ഥിതിയിൽ കൊടുക്കാൻ പാടില്ല, നിങ്ങൾക്ക് അതിനുള്ളതായിരിക്കുന്ന സാമ്പത്തിക നിലയില്ല, നിങ്ങൾ മഹാദാരിദ്ര്യത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. അവർ പറഞ്ഞങ്ങ് മനസ്സിരിക്കട്ടെ, അത് സമ്മതിക്കില്ല. എത്ര ദാരിദ്ര്യമാണെങ്കിലും കൊടുക്കാതിരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല, ഇതിലൊരു പങ്കും ഓഹരിയും ഞങ്ങൾക്ക് വേണം എന്ന് കൊടുക്കാനായിട്ട് അവര് അതൊരു മഹാഭാഗ്യമായി കണക്കാക്കി എന്നാണ് ഈ മക്കതോനിലുള്ള ആളുകളെ കുറിച്ച് പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയാം, കൊടുക്കുക എന്ന് പറഞ്ഞൊരു വലിയ ഭാഗ്യം കേട്ടോ.
അത് വലിയ ഭാഗ്യമാണ്. അത് ദൈവം നമുക്ക് തരുന്നതായിരിക്കും ഒരു വലിയ അവകാശവും ഒരു വലിയ ഭാഗ്യവുമാണ്. അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, വാങ്ങുന്നതിനേക്കാളും കൊടുക്കുന്നതാൻ ഭാഗ്യം എന്ന് കർത്താവ് താൻ പറഞ്ഞതായിരിക്കുന്ന വാക്കനുസരിച്ച് ഞാൻ വാങ്ങുന്നതിനേക്കാളും അധികം കൊടുക്കാനായിട്ടാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. കൊടുക്കുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അതിൽ ഒരു ഓഹരിയും പങ്കും നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത് അത് വളരെ വിലയേറിയ കാര്യമാണ്. അതിൽ അദ്ദേഹം പറയുന്ന 2 വാക്കുകൾ വളരെ പ്രത്യേകമായിരിക്കുന്ന കാര്യമാണ്. ഒന്ന് കൂട്ടായ്മ എന്ന് പറയുന്ന കാര്യമാണ്. സാമ്പത്തിക കൂട്ടായ്മ. അങ്ങനെ നമ്മളിപ്പോഴ് ഭക്തന്മാരായിരിക്കുന്ന ആളുകൾ നമ്മൾ അത് പലപ്പോഴും അങ്ങനെയാ പറയുന്നത്, ഞാൻ സാമ്പത്തിക കൂട്ടായ്മ അദ്ദേഹത്തിന് കാണിച്ചു എന്ന് പറയുന്ന നല്ല വാക്കാണ്. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? കൂട്ടായ്മ, ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ, അവരുടെ ബുദ്ധിമുട്ടുകളിൽ പങ്കുചേരുവാനുള്ളതായിരിക്കുന്ന മനസ്സ് എന്നാണ് അതിന്റെ അർത്ഥം. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിൽ പങ്കുചേരുവാനുള്ളതായിരിക്കുന്ന മനസ്സ്. നമ്മളുടെ സഹോദരി സഹോദരന്മാർ, നമുക്ക് പ്രിയപ്പെട്ടവർ, നാം ദൈവവേലയ്ക്കായിട്ട് അയച്ചതായിരിക്കുന്ന ഈ ആളുകൾ, അവരുടെ ബുദ്ധിമുട്ട്, അവർക്ക് ബുദ്ധിമുട്ട് വരുവാൻ പാടില്ല എന്ന് വെച്ച് അവരുടെ സങ്കടങ്ങളിൽ പങ്കുചേരുവാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചാൽ അതൊരു മഹാഭാഗ്യമായിട്ട് അതിനുള്ള അവസരം ചോദിച്ചു വാങ്ങിക്കുന്ന ആ ഒരു മനസ്സിനെയാണ് ഈ ഔദാര്യം എന്ന് പറയുന്നത്. കൊടുക്കുക എന്ന് പറയുന്നത് നിർബന്ധിച്ചിട്ട് കൊടുക്കുന്നതല്ല കേട്ടോ. മനസ്സോടെ, സ്വമനസ്സാലെ കൊടുക്കുന്ന ഒരു ഭാഗ്യമാണ് എന്ന് കണ്ട് അതിനുള്ള അവസരങ്ങൾ അന്വേഷിച്ച് അതിനുവേണ്ടി മനസ്സ് വയ്ക്കുന്ന ആ ഒരു മനോഭാവത്തെയാണ് യഥാർത്ഥത്തില് ഔദാര്യം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അവര് പ്രാപ്തി പോലെയും പ്രാപ്തിക്കും മീതെയും കൊടുത്തു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയാം, കൊടുക്കാൻ കഴിയാത്ത ആരുമില്ല കേട്ടോ. എല്ലാവർക്കും കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ ഔദാര്യം നിർണയിക്കുന്നത് കൊടുക്കാനായിട്ട് നമ്മളെ നിർബന്ധിച്ച് അതിനായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തി നമ്മളെ കൊണ്ട് കൊടുപ്പിക്കുന്നതല്ല. പിന്നെ കൊടുക്കുന്ന ഒരു വലിയ ഭാഗ്യമാണ്. മറ്റുള്ളവരുടെ സങ്കടങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ബദ്ധപ്പാടുകളിലും പങ്കുചേരുവാൻ ഒരു അവസരം ലഭിച്ചാൽ അതൊരു ഭാഗ്യമാണ് എന്ന് കരുതി അതിൽ പങ്കുചേരുന്ന ആ മനോഭാവത്തെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഔദാര്യം എന്ന് പറയും. 4ാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, 4ാമത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അതും ഞങ്ങൾ വിചാരിച്ചതുപോലെയല്ല. അവർ മുൻപേ തങ്ങളെ തന്നെ കർത്താവിന് പിന്നെ ദൈവേഷ്ടത്തിന് ഒത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. അപ്പോഴ് ഔദാര്യം എന്ന് പറയുന്നത് നമ്മളുടെ സമ്പത്തില് 1% അല്ല, 1% എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം കൊടുക്കുന്നതല്ല. ഔദാര്യം എന്ന് പറയുന്നത് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിന് കൊടുത്തതിന് ശേഷം ദൈവഹിതപ്രകാരം നമുക്കുള്ളതായിരിക്കുന്ന സമ്പത്തിനെ ക്രമീകരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഔദാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ 10% കൊടുത്തേച്ച് 90% നിങ്ങളുടെ അല്ലയോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പ്രവർത്തിക്കുക അല്ലേ? അങ്ങനെയല്ല ബൈബിൾ അതിനെ കുറിച്ച് പറയുന്നത്. ഒരിക്കലും ഒരാൾ ഉദാഹരണം പറഞ്ഞത് എനിക്ക് ഇഷ്ടമായി. അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യന് നിങ്ങളുടെ മുൻപിൽ നടന്നു പോവുകയാണ്. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് 500 രൂപ താഴെ വീണപ്പോൾ നിങ്ങളത് എടുത്തു. നിങ്ങളുടെ കയ്യിൽ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ രൂപയാ ഒരർത്ഥത്തിൽ പറഞ്ഞാലല്ലേ, ഞാൻ കൊടുത്തില്ലെങ്കിൽ എന്റെ കയ്യിലിരിക്കല്ലേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ വിചാരിക്കുകയാണ്, ശരി ഞാൻ നല്ല മനുഷ്യനാണ്, അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, അതിന് ഒരു 200 രൂപ എടുത്തതിന് ശേഷം 300 രൂപ അദ്ദേഹത്തിന് കൊടുക്കാം. കാര്യം 50% കൂടുതൽ, ഏതാണ്ട് 50% കൂടുതൽ അദ്ദേഹത്തിന് കൊടുത്തുല്ലോ. അത് അന്യായമാണ്, ഞാൻ ചെയ്യാൻ പറ്റില്ല. എന്താ പറയാ, ശരി 400 രൂപ അദ്ദേഹത്തിന് കൊടുക്കാം, 100 രൂപ ഞാൻ വെച്ചേക്കാം. അതും ശരിയല്ല. 500 രൂപയെ കൊടുത്തെങ്കിലേ പറ്റുള്ളൂ. നമുക്കുള്ള പണം എന്ന് പറയുന്നത് എങ്ങനെയാ, എവിടുന്ന് കിട്ടുക? ഞാൻ അധ്വാനിച്ച് കിട്ടുക അല്ലേ? ശരിയാ. അധ്വാനിക്കാനുള്ള കരുത്താരാകുന്നത്, കൈയും കാലും ഒക്കെ അനങ്ങുന്നത് എന്തുകൊണ്ടാ? ചിന്തിക്കാനായിട്ട് ബുദ്ധി കിട്ടുന്നത് എവിടുന്നാ? സ്വർഗത്തിലെ ദൈവം തന്നതാണ്. നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണ്. ആ ഒരു കാഴ്ചപ്പാടാണ് മക്കതോനുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നത്. അവർക്ക് ലഭിച്ചതായിരിക്കുന്ന സമ്പത്തില് അമേരിക്കൻ രീതി അനുസരിച്ചാണ് 2% എന്നാ പറഞ്ഞത്. നമ്മളുടെയൊക്കെ രീതി അനുസരിച്ച് അതിൽ കൂടുതൽ കൊടുക്കുന്നവരാണെന്നാണ് എനിക്ക് പൊതുവെ ആളുകളെ കുറിച്ച് വിചാരിക്കുന്നത്. 10%, 15%, 20% കൊടുക്കുന്ന ആളുകളുണ്ട്. എന്നാൽ 20% കൊടുത്തതിന് ചില ബാക്കിയുള്ളതൊക്കെ നമ്മുടെ കാശാന്നാ വിചാരിക്കുന്നത്. അല്ല, 100% ദൈവത്തിന്റെ വകയാണ്. ഈ 100%-ത്തിൽ നിന്ന് ഇനിയും ദൈവത്തിന്റെ വേലയ്ക്കാട് കൊടുക്കാനായിട്ട് നമ്മളൊരു ഭാഗം മാറ്റിവെക്കുന്നുള്ളത് ശരിയാണ്. ബാക്കിയുള്ളതും
ദൈവത്തിന് ഹിതകരമായ രീതിയിൽ ദൈവനാമ മഹത്വത്തിനായിട്ട് ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് വിധേയപ്പെട്ട രീതിയിൽ ഉപയോഗിക്കാനായിട്ട് മനസ്സ് വെക്കുന്നതാണ് യഥാർത്ഥ ഔദാര്യം എന്ന് പറയുന്നത്. ചില ഹൈന്ദവ സ്നേഹിതന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ദൈവങ്ങൾക്ക് കൊടുക്കാനുള്ളതും കൊടുത്തേക്കണം, അല്ലെങ്കിൽ ദൈവങ്ങൾ വെറുതെ കയറി ഇടപെട്ട് നമുക്ക് കുഴപ്പവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും, ആകും പല പ്രയാസമാകും. കൊടുക്കാനുള്ളതും കൊടുത്തേച്ചാൽ പിന്നെ ശല്യമില്ലല്ലോ. അങ്ങനെ ചിന്തിക്കുന്നതായിരിക്കുന്ന ഭക്തന്മാരുണ്ട്. തമ്പുരാന് കൊടുക്കാനുള്ളത് എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ട് വരികയാണെന്ന് നമുക്ക് പറയാമല്ലോ, കിട്ടാനുള്ളത് കിട്ടിയില്ലയോ? നാഗാലാൻഡില് നമ്മുടെ ജേക്കബ് സെക്രട്ടറി എന്ന് പറയാം, നാഗാലാൻഡിലുള്ള ആളുകൾ ഞാൻ കേട്ടിട്ടുള്ളൂ, നാഗാലാൻഡ് ഞാൻ പോയിട്ടില്ല. അവര് ബാങ്കും ഒക്കെ ചില ആളുകൾ മോഷ്ടിക്കും, വർദ്ധിച്ചു തരാം, പക്ഷെ 10% പള്ളി കൊടുക്കും എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ, അങ്ങനെ കേട്ടിട്ടുണ്ട്. ഏതായാലും ശരി, അവൻ തമ്പുരാന് പറയാനുള്ള തമ്പുരാന് കിട്ടാനുള്ള കിട്ടിയില്ലോ, ഇനി ബാക്കി കാര്യത്തെ കുറിച്ച് ഇനി പരാതിപ്പെട്ട കാര്യമില്ലല്ലോ. അങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല, അവർ മുൻപേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു തന്നു. തങ്ങൾക്കുള്ളതെല്ലാം കർത്താവിൻ്റെതാണ് എന്നുള്ളതായിരിക്കുന്ന ആ ഒരു സമർപ്പണത്തിൽ കൂടെ, ആ സമർപ്പണത്തിന്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക ക്രമീകരണത്തെയാണ് നമുക്ക് ഔദാര്യം എന്ന് പറയാനായിട്ട് സാധിക്കും. എന്റെ പ്രിയമുള്ളവരെ, സത്യസന്ധമായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭിച്ചതൊക്കെ സ്വർഗത്തിൽ ദൈവം തന്നതാണെന്ന് പച്ചയായിട്ട് പറയാൻ മാത്രമല്ല, വിശ്വസിക്കുവാനും ആ രീതിയിൽ സമ്പത്തിനെ കണക്കാക്കാനും ഉള്ളതായിരുന്നു ഒരു മനസ്സ് നമുക്കുണ്ടാകും. എനിക്കുള്ളതെല്ലാം കർത്താവ് തന്നതാണ്, കർത്താവിന്റെ ദാനമാണ്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ ഹിതപ്രകാരം മാത്രമേ എന്റെ സമ്പത്ത് എനിക്ക് ചെലവഴിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. യഥാർത്ഥമായിരിക്കുന്ന സമ്പത്ത് എന്ന് പറയുന്നത് ദൈവഹിതപ്രകാരം കാര്യങ്ങളെ കാണുന്നതും ആ നിലയിൽ കാര്യങ്ങളെ ചെലവഴിക്കുന്നതുമാണ്, അല്ലാതെ സമ്പത്തിന്റെ ആധിക്യമല്ല കേട്ടോ. യഥാർത്ഥ സമ്പന്നന്മാരായിരിക്കുന്ന ആൾ തങ്ങൾക്ക് ലഭിച്ചതായിരിക്കും സമ്പത്ത് ദൈവത്തിന്റെ വകയാണ് എന്ന് മനസ്സിലാക്കി ദൈവഹിതപ്രകാരം അതിനെ കാണുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് ഔദാര്യമുള്ള ആളുകൾ. അതിനോട് ചേർത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. സമ്പത്ത് നമ്മളെ ബന്ധനസ്ഥനാക്കി കളയും കേട്ടോ. സമ്പത്തിന്റെ പിടിയിൽ അകപ്പെട്ട് അത് നമ്മളെ, അതിന്റെ ആഗ്രഹവും ആശകളും നമ്മളെ ഗ്രസിച്ച് സമ്പത്തിന്റെ പിടിയിൽ ഒതുങ്ങിപ്പോകാനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട്. എന്നാൽ ഇതെല്ലാം തമ്പുരാന്റെ ദാനമാണ്, ഇത് ഒന്നും എന്റെ സ്വന്തം എന്ന് എനിക്ക് പറയാൻ കഴിയുകയില്ല എന്നൊരു നിലയിൽ വന്നാൽ എന്തൊരു സ്വാതന്ത്ര്യമാണെന്നറിയാം. അത് തരുന്നതായിരിക്കുന്ന സ്വാതന്ത്ര്യം എത്ര വലിയ സ്വാതന്ത്ര്യമാണ്. സമ്പൂർണമായിട്ട് കർത്താവിന് എല്ലാം ഏൽപ്പിച്ചു കൊടുത്തു, പിന്നെ അതിനുശേഷം ഞങ്ങൾക്കും ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെലവഴിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ഒരു അവസരവും ബോധവും ഒക്കെ ഞങ്ങൾ കൊടുത്തതനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് അവർ മനസ്സ് വെച്ചു എന്നാണ് അപ്പസ്തലനായ പൗലോസ് പറയുന്നത്. യഥാർത്ഥമായിരിക്കുന്ന ഔദാര്യം, സമ്പത്ത്, നമുക്ക് ദൈവം തന്നതായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ വകയാണ്, അത് ദൈവം എനിക്ക് തന്നതാണ്, ഞാനൊരു സൂക്ഷിപ്പുകാരൻ മാത്രമാണ്, അതിന്റെ കാര്യവിചാരകൻ മാത്രമാണ്, അതിനെ കൈകാര്യം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് ഇതെന്നെ ഏൽപ്പിച്ചതിന്റെ ഉദ്ദേശ്യം എന്ന് കരുതുന്ന ആ ഒരു സമീപനമാണ്, ആ ഒരു മനസ്സാണ് ഔദാര്യം എന്ന് പറയുന്നത്. അവസാനമായിട്ട് 5ാമത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അങ്ങനെ 7ാമത്തെ വാക്യമാണ്, എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തിരുന്നേ. അപ്പൊ 5ാമത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ കാര്യം ഞാൻ ഇങ്ങനെ സംക്ഷേപിക്കട്ടെ. അതായത് ആത്മീക മേഖലകളിൽ ദൈവം തരുന്നതായിരിക്കുന്ന അറിവിനും പക്വതയ്ക്കും അനുസരിച്ച് പ്രായോഗിക തലങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ളതായിരിക്കുന്ന ആ മനസ്സാണ് ഔദാര്യം എന്ന് പറയുന്നത്. പലപ്പോഴും ഒരുപാട് വേദശാസ്ത്രവും അതുപോലെ ആത്മീയ പരിജ്ഞാനവും വചനവും ഒക്കെ പറയുന്ന ആളുകൾ പ്രായോഗികമായിരിക്കുന്ന തലങ്ങളിൽ അവരുടെ സമ്പത്തിനെ കൈകാര്യം ചെയ്യുന്ന കാര്യം വരുമ്പോഴേ ഈ പറയുന്ന ഭക്തി ഒന്നും അവർക്കില്ല കേട്ടോ. പൗലോസ് കൊരിന്ത്യയിലുള്ള ആളുകളോട് പറഞ്ഞു നിങ്ങള് വിശ്വാസം, വചനം, പരിജ്ഞാനം എന്നീ വിഷയങ്ങളിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളാണ്. കൊരിന്ത്യയിലുള്ളതായിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഈ മക്കതോന്യ സഭയിലുള്ളതായിരിക്കുന്ന ആളുകളെ പോലെയുള്ള ദാരിദ്ര്യമുള്ള ആളുകളല്ല കേട്ടോ. ഒരു നല്ല പ്രമുഖമായിരിക്കുന്ന പട്ടണമാണ് കൊരിന്ത്. അവിടെ
സാമ്പത്തികമായിരിക്കുന്ന നല്ല സാഹചര്യങ്ങളൊക്കെയാണ് പൊതുവേ ഉള്ളത്, അവർക്ക് അത്ര ബുദ്ധിമുട്ടുള്ള ആളുകളല്ല. അവർക്ക് അവർ പറയുമ്പോൾ വചനവും പരിജ്ഞാനവും അതുപോലെ വിശ്വാസവും ഒക്കെ അവർക്ക്, അവർ അന്യഭാഷയൊക്കെ പറയാൻ തുടങ്ങിയാൽ ഭയങ്കര ചറുപറ പറയുന്ന ആൾക്കാരാണ്. അവർക്ക് ആത്മവരങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷെ പ്രായോഗികമായിരിക്കുന്ന കാര്യങ്ങൾ, കാശ് മുടക്കുന്ന കാര്യത്തെക്കുറിച്ച്, മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താ പിന്നോട്ട് മാറുന്നത്? അതെന്ത് ഭക്തിയാ? അവസരം വെറുതെ അതങ്ങ് മനസ്സിലിരിക്കട്ടെ. നിങ്ങൾ പറയുന്നതായിരിക്കുന്ന ഈ ആത്മീകമായ പരിജ്ഞാനവും വിശ്വാസവും നിങ്ങളുടെ വചനവും ഇതുമൊക്കെ പ്രായോഗികമായിരിക്കുന്ന തലത്തിൽ നിങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ഇടവരുന്നില്ല എങ്കിൽ നിങ്ങളുടെ ബുദ്ധി അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്തി എന്ന് പറയുന്നത് ബൗദ്ധികമായിരിക്കുന്ന ഭക്തിയാണ്. ചില വേദശാസ്ത്രികൾ അതിനെക്കുറിച്ച് ഉപയോഗിച്ചൊരു പ്രയോഗമുണ്ട്. അവർ പറഞ്ഞു സെറിബ്രൽ ക്രിസ്ത്യൻസ് എന്നാണ്. സെറിബ്രൽ ക്രിസ്ത്യൻസ്, അവർക്ക് ഒരുപാട് ബുദ്ധിയുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവർക്കറിയാം, പക്ഷെ പ്രായോഗികമായിരിക്കുന്ന തലങ്ങളിൽ അനുസരണവും വിശാലതയും ഔദാര്യവും കാണിക്കാനായിട്ട് മനസ്സില്ല. ജോൺ സ്റ്റോട്ട് എന്ന് പറയുന്നതായിരിക്കുന്ന ദൈവദാസൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരെ വിളിച്ചത് ടാഡ്പോൾ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞ, ടാഡ്പോൾ എന്ന് പറയുന്നത് ഈ തവളയുടെ ആദ്യത്തെ ഒരു രൂപമാണല്ലോ. അതായത് തല വലിയ തലയാണ്, പക്ഷെങ്കിൽ ശരീരം ശോഷിച്ച ശരീരം. അത് മലയാളത്തിൽ വാൽമാക്രി. വാൽമാക്രി ക്രിസ്ത്യാനികൾ എന്നാണ് അദ്ദേഹം അവരെ വിളിച്ചത്. വാൽമാക്രി എന്ന് പറയുന്നത് തല നല്ല വലിപ്പമാണ്, ശരീരം ശോഷിച്ചതാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന ക്രിസ്ത്യൻസ് ഉണ്ട്, സെറിബ്രൽ ക്രിസ്ത്യൻസ്. വിശ്വാസവും ജ്ഞാനവും ഈ പറയുന്നതായിരിക്കുന്ന വചനവും ഒക്കെ അവർ പറയും, പക്ഷെങ്കില് പ്രായോഗിക ജീവിതത്തിൽ വരുമ്പോൾ നാട്ടുകാർ പറയുന്ന പോലെ അറുത്ത കൈക്ക് ഉപ്പ് തേക്കുകയില്ല എന്ന് പറയും. അങ്ങനെയുള്ളതായിരിക്കുന്ന ആളുകളുണ്ട്. കൊരിന്ത്യയിലുള്ള ആളുകൾ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്. അദ്ദേഹം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, യുവർ പ്രാക്ടിക്കൽ ലൈഫ് ഹാസ് ടു മാച്ച് വിത്ത് യുവർ സ്പിരിച്വൽ ക്ലെയിം. നമ്മുടെ ആത്മീകമായിരിക്കുന്ന അവകാശവാദങ്ങൾക്ക് ചേരുന്ന നിലയിലുള്ളതായിരിക്കുന്ന പ്രായോഗിക ജീവിതം നമുക്ക് അനിവാര്യമാണ് എന്ന കാര്യത്തെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. നമ്മളുടെ ആത്മീകമായിരിക്കുന്ന അവകാശവാദങ്ങൾക്ക് അനുസൃതമായ പ്രായോഗികമായിരിക്കുന്ന സമർപ്പണം നമുക്ക് അനിവാര്യമാണ് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഞാൻ പറയാം, ദൈവത്തിന്റെ കാരുണ്യത്താൽ ദൈവവചനം പഠിക്കാനും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ഉള്ളതായിരിക്കുന്ന അവസരം സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് പരിജ്ഞാനമുള്ള ആളുകളാണ്, നമുക്ക് വചനം അറിയാം, ഒരു പരിധി വരെ എല്ലാം അറിയാവുന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നു. എന്നാൽ ലോകത്തിലുള്ളതായിരിക്കുന്ന മറ്റു മനുഷ്യരെക്കാളൊക്കെ ഈ വിഷയത്തിൽ നമുക്കറിയാം. കഴിഞ്ഞ ആദ്യ ഭാഗങ്ങളൊക്കെ കേട്ടതുപോലെ സ്വർഗത്തിൽ നമുക്ക് ക്ഷയം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്തതായിരിക്കും നിക്ഷേപങ്ങളുണ്ട്, അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് എന്നൊക്കെയുള്ള കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അങ്ങനെ പ്രസംഗിക്കാനായിട്ട് കഴിവുള്ള ആളുകളാണ്. എന്നാൽ നമ്മളുടെ സാമ്പത്തിക കാര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിന്റെ പ്രായോഗിക വശങ്ങളെയും അതിന്റെ കാഴ്ചപ്പാടിൽ രൂപപ്പെടുത്തുവാൻ, ആ ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കുവാനുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നത്. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും നിങ്ങൾ മുന്തി വരികയും നമ്മുടെ ആത്മീകമായിരിക്കുന്ന അവകാശവാദങ്ങൾക്ക് ദൈവം നമുക്ക് തന്നതായിരിക്കുന്ന ആത്മീകമായിരിക്കുന്ന ഈ അറിവിന് അനുസൃതമായ രീതിയിൽ പ്രായോഗികമായിരിക്കുന്ന ജീവിതത്തില് ഔദാര്യവും സ്നേഹവും സഹകരണവും ഒക്കെ കാണിക്കുവാനായിട്ട് നമ്മളെ കടപ്പെട്ട ആളുകളാണ്. നമ്മളുടെ ഔദാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എങ്ങനെ നമ്മളോട് സംസാരിക്കും? സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. എന്റെ പൊന്നു സഹോദരങ്ങളെ, ദൈവത്തിന്റെ കാരുണ്യത്താൽ കളമശ്ശേരി സഭ ഔദാര്യം കാണിച്ചിട്ടുണ്ട് എന്ന് ഞാൻ നന്ദിയോടുകൂടെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. എന്നാൽ നമ്മള് ഇതിലധികം പ്രവർത്തിക്കുവാൻ, ഇതിലധികം ദൈവകൃപ ഈ വിഷയത്തിൽ അനുഭവിക്കുവാനായിട്ട് നമുക്ക് കഴിയും, നമുക്ക് സാധിക്കും. അതുകൊണ്ട് ദൈവഹിതപ്രകാരം ഔദാര്യമായി പ്രവർത്തിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. നമുക്ക് ദാനം ചെയ്യാനുള്ളതായിരിക്കുന്ന അവസരം എന്ന് പറയുന്നത്, നമ്മളുടെ ഔദാര്യം എന്ന് പറയുന്നത് നമ്മുടേതായിരിക്കുന്ന കഴിവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമല്ല, അത് ദൈവകൃപയാൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കുന്ന കാര്യമാണ്. നമ്മളുടെ ഔദാര്യം നിർണ്ണയിക്കുന്നത് നമ്മളുടെ ദാനത്തിന്റെ വലിപ്പമല്ല, അതിനുവേണ്ടി നമുക്ക് വരുന്നതായിരിക്കുന്ന ബുദ്ധിമുട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അതിനെ നമുക്ക് നിശ്ചയിക്കാനായിട്ട് സാധിക്കുന്നത്.
പിന്നെ ഔദാര്യം എന്ന് പറയുന്നത് സമ്മർദ്ദങ്ങൾ നിമിത്തം ചില ദാനങ്ങൾ ചെയ്യുന്നതല്ല. ദാനങ്ങൾ ചെയ്യാനുള്ളതായിരിക്കുന്ന ഈ അവസരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി അതൊരു അനുഗ്രഹമാണ് എന്ന് വിചാരിക്കുന്നതാണ്. മാത്രമല്ല, ഔദാര്യം എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചതിൽ നിന്ന് ഒരു പങ്ക് കർത്താവിന് കൊടുക്കുന്നതല്ല, പിന്നെ നമുക്ക് ലഭിച്ചതെല്ലാം കർത്താവിൻ്റെതാണ് എന്ന് മനസ്സിലാക്കി നമുക്ക് ലഭിച്ചതായ സമ്പത്തിനെ ദൈവഹിതപ്രകാരം ഉപയോഗിക്കുന്നതാണ് ഔദാര്യം എന്ന് പറയുന്നത്. നമുക്ക് ലഭിച്ചതായിരിക്കുന്ന ഈ ആത്മീക അനുഗ്രഹങ്ങൾക്കും ആത്മീകമായിരിക്കുന്ന വെളിച്ചത്തിനും അനുസൃതമായ രീതിയിൽ പ്രായോഗിക തലത്തിൽ നമുക്ക് പ്രവർത്തിക്കുവാനുള്ളതായിരിക്കുന്ന കടപ്പാടുണ്ട്. സർവശക്തനായ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ കൃപ ധാരാളമായി പ്രാപിച്ച് കർത്താവിന് വേണ്ടി ഏറ്റവും പ്രയോജനപ്പെടുവാൻ നമ്മളെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കുള്ള